ഹലോ. രാവിലെ എണീറ്റ ഉടനെ അലക്കാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിലെടുത്തിട്ടു കേട്ടോ. ആദ്യം തന്നെ അത് അലക്കാനെടുത്തിട്ടു. അപ്പോൾ കുറച്ച് സമയം വേണമല്ലോ അലക്കാനായിട്ട്. അതിന് ശേഷം ഞാൻ വേഗം കഞ്ഞിയും അച്ചിങ്ങയും കൂടി എടുത്തിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും ആക്കിയില്ലായിരുന്നു. ചോറാട്ട വെച്ചത്, പിന്നെ അച്ചിങ്ങ മെഴുക്കുവരട്ടി വെച്ചു, വേറെ ഒന്നും വെച്ചിട്ടുണ്ടായില്ല. സാധാരണ ഞാൻ വാവ ഉറങ്ങാൻ കിടക്കുമ്പോഴാട്ടോ വോയിസ് ഓവർ കൊടുക്കാറ്. ഇന്നിപ്പോൾ എനിക്ക് നല്ല മൂഡായതുകൊണ്ട് നേരത്തെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് വാവ എണീറ്റിരിക്കുക കേട്ടോ. അവിടെ നിന്ന് ബഹളമൊക്കെ വെക്കുന്നുണ്ട്, ചെറുതായിട്ട് ഇങ്ങനെ സൗണ്ടൊക്കെ ആക്കുന്നുണ്ട്. അതാണ് വേറെ സൗണ്ടൊക്കെ കേൾക്കുന്നത്. കഞ്ഞി കുടിച്ച് വന്നപ്പോഴേക്കും തുണിയൊക്കെ വാഷാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഞാൻ മുറ്റത്തോണ്ട് വിരിച്ചിട്ടു കേട്ടോ. പിന്നെ വൈറ്റ് ഡ്രസ്സ് മാത്രം ഞാൻ സെപ്പറേറ്റ് അലക്കണം. അത് നനച്ച് വെച്ചിട്ട് അതും കഴുകാനിട്ടു. തന്നെ ഓട്ടോമാറ്റിക്കലി ഓഫായിക്കോളും. അതിന് ശേഷം ഒന്ന് പുറത്തേക്ക് പോയിട്ടോ. കുറച്ച് കുക്കീസും നമ്മുടെ ഡോണറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങണമായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വീടിൻ്റെ അടുത്ത ഒരു ഷോപ്പിൽ തന്നെ ആട്ടോ പോയത്. അപ്പോൾ അതൊക്കെ മേടിച്ച് തിരിച്ച് നമ്മളവിടെ നിന്ന് ഇറങ്ങി. തിരിച്ച് വന്ന വഴിക്ക് നമ്മൾ വേറൊരു ഹോട്ടലിലേക്ക് കയറിയിട്ട് അവിടെ നിന്ന് കുഴിമന്തി മേടിച്ചു കേട്ടോ പാഴ്സലായിട്ട്. അതും മേടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാം കേട്ടോ. വാവേനെയും കൊണ്ടുവന്നിട്ടുണ്ടായിട്ടോ കൂടെ. വാവക്ക് ഭയങ്കര ഇഷ്ടം വണ്ടിക്ക് ഇങ്ങനെ എല്ലായിടത്തും വരുന്നത്. നമ്മളെവിടെ പോയാലും കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിലും കരഞ്ഞ് ബഹളം വെക്കും. മിക്കയിടത്തും പോകുമ്പോൾ ഞങ്ങൾ കൂടെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. വണ്ടിയിലാണെങ്കിൽ അടങ്ങിയിരുന്നോളും, ഉണ്ടെന്ന് പോലും അറിയത്തില്ല കേട്ടോ. അതിനുശേഷം നമ്മൾ വീട്ടിലെത്തിയിട്ട് കുഴിമന്തിയൊക്കെ പൊട്ടിച്ച് പ്ലേറ്റിലാക്കി കേട്ടോ. അതൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് നേരം കിടന്നുറങ്ങി കേട്ടോ. ഉച്ച സമയമല്ലേ. പിന്നെ ഇതൊക്കെ കഴിച്ചുകൊണ്ട് നല്ലപോലെ ഉറക്കം വന്നു. വാവേനെയും കിടത്തി ഉറക്കി, ഞങ്ങളും കിടന്നുറങ്ങി കേട്ടോ. വാവക്ക് കുഴിമന്തിയൊന്നും കൊടുക്കാറില്ല, പക്ഷെ നമ്മൾ കഴിക്കുമ്പോൾ കുറച്ച് കൊടുക്കും. ഇല്ലെങ്കിൽ നോക്കി നിൽക്കുമ്പോൾ പുള്ളിക്ക് ഒരു ഇതല്ലേ. ഞങ്ങൾ ഇത് കഴിക്കുന്ന സമയത്ത് വാവക്ക് ഡോണറ്റ് പകുതി മുറിച്ച് കൊടുത്തു കേട്ടോ. പിന്നെ അതിന് ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോൾ അടുക്കളയൊക്കെ ആകെ അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നു. ഒരു പണിയും ചെയ്യാതെ കിടന്നുറങ്ങിയത്. പണി ചെയ്യാനുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഉറങ്ങാൻ കിടന്നിട്ട് മര്യാദക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല കേട്ടോ. ഇങ്ങനെ പണിയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ പകുതി ഉറങ്ങിയിട്ട് ഇങ്ങനെ എണീറ്റ് വന്നേ. കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ട്. പിന്നെ ഗ്യാസ് സ്റ്റൗവിലൊക്കെ നമ്മൾ ചായ തിളപ്പിച്ചിട്ട് അതൊക്കെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. ഉണങ്ങിപ്പിടിച്ച് ഇനി ക്ലീൻ ആക്കാതിരുന്നാൽ പിന്നെ ഉണങ്ങിപ്പിടിച്ച് ഭയങ്കര പാടാണ്. അപ്പോൾ ഗ്യാസൊക്കെ ക്ലീൻ ആക്കാനുണ്ട്. പിന്നെ കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. പാത്രം എല്ലാം കഴുകി ഒതുക്കി വെച്ചിട്ട് നേരത്തെ കഴുകിയ പാത്രം ഉണങ്ങിയതോ അതെല്ലാം എടുത്ത് വെച്ച് സ്റ്റൗവൊക്കെ ക്ലീൻ ആക്കി അതിൻ്റെ എല്ലാം മാറ്റി അതും കഴുകി കിച്ചൺ മൊത്തം ക്ലീൻ ആക്കി കേട്ടോ. ഇത്രയും ചെയ്തപ്പോൾ തന്നെ നല്ല പോലെ വിഷമിച്ചു. കാണുമ്പോൾ ഇച്ചിരിയേ ഉള്ളൂ, പക്ഷെ 1 മണിക്കൂറത്തെ ജോലി ഉണ്ടായിരുന്നു കേട്ടോ. കഴിവതും പാത്രങ്ങളൊക്കെ അപ്പം തന്നെ കഴുകി വെക്കും കേട്ടോ. എന്നാലും എവിടെന്നെങ്കിലൊക്കെ ആയിട്ട് പാത്രങ്ങൾ കഴുകാനുണ്ടാവും. ഭയങ്കരമായിട്ട് പട്ടി കുരക്കുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ വോയിസ് ഓവർ കൊടുക്കാനിരിക്കുമ്പം എന്തൊക്കെ ശല്യമാണാവോ. എനിക്ക് ഈ കുഴിമന്തി ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ഭയങ്കരമായിട്ട് ദാഹിക്കാൻ തുടങ്ങി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പെപ്സിയോ വെള്ളം എന്തെങ്കിലും ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കാൻ തോന്നും കേട്ടോ. പിന്നെ പാത്രമൊക്കെ കഴുകി അടുക്കളയൊക്കെ ക്ലീനാക്കി വന്നപ്പോൾ കുറച്ച് വിഷമിച്ചായിരുന്നേ. അപ്പോൾ പിന്നെ ഒരു നാരങ്ങ വെള്ളം പിഴിഞ്ഞ് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നാരങ്ങ എടുത്ത് പിഴിയുക കേട്ടോ. ഉപ്പും പഞ്ചസാരയും രണ്ടും കൂടി മിക്സ് ചെയ്താണ് കുടിക്കണേ. ആദ്യം എനിക്ക് അങ്ങനെ കുടിക്കണേ ഇഷ്ടമല്ലായിരുന്നു. മധുരം മൊത്തം പഞ്ചസാര ഇട്ട് കുടിക്കുന്നത് തന്നെ കേട്ടോ ഇഷ്ടം. പിന്നെയാണ് ഈ ഉപ്പും കൂടി ഇട്ട് കലക്കാമെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പോൾ എനിക്ക് ഈ ടേസ്റ്റ് ആട്ടോ ഇഷ്ടം, ഉപ്പും പഞ്ചസാരയും കൂടി ഉള്ളത്. പിന്നെ ഒരു ഡോണറ്റും കൂടി എടുത്ത് കഴിച്ചു കേട്ടോ നാരങ്ങ വെള്ളത്തിൻ്റെ കൂടെ. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഒരു ചക്ക ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും മുറിപ്പിച്ച് വെച്ചു. എന്നിട്ട് അത് കഷ്ണമാക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കുക്കറിലിട്ട് വേവിച്ചെടുത്തു കേട്ടോ. തോരൻ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. താങ്ക്